ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു മിനി വ്ളോഗാണ്, ഒരു ബർത്ത്ഡേ വ്ളോഗാണ്. എൻ്റെ കുട്ടികളുടെ ഒന്നുമല്ല, ഞങ്ങളുടെ നാത്തൂൻ്റെ, അതായത് ഏട്ടൻ്റെ പെങ്ങളുടെ മോൻ്റെ 18 വയസ്സിൻ്റെ കുറച്ച് ചെറുതായിട്ടൊരു പാർട്ടിയായിട്ട് ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ. അപ്പം അന്ന് ഞങ്ങളൊരു വൈകുന്നേരം വന്നിട്ട് ഏട്ടൻ ജോലി കഴിഞ്ഞ് വന്ന് കുട്ടികളൊക്കെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു ഏകദേശം 1.5-2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അവിടെ വെച്ച് കാണാം കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അതാണ് നമ്മുടെ വീട്. മുകളിലാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബലൂണും മറ്റുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 2 കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. വാങ്ങിച്ചല്ല, ഇത് ഉണ്ടാക്കിയതാണ് കേട്ടോ. ചേച്ചി നാത്തൂൻ ഉണ്ടാക്കും നന്നായിട്ട്. അപ്പോൾ ചോക്ലേറ്റ് കാരമൽ കേക്കാണ്. പിന്നെ അതിൻ്റെ കേക്കും ഈ കപ്പിലിരിക്കുന്ന കേക്കൊക്കെ ആൾ തന്നെ ബേക്ക് ചെയ്തെടുത്താണ്. നമുക്കങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യാം. ഇവരാണ് നാത്തൂനും അളിയനും. അവർക്ക് ഒരു മോനുള്ള അവൻ്റെയാണ് 18 വയസ്സിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് കേട്ടോ. അത്യാവശ്യം കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ ബർത്ത്ഡേ പാട്ട് നമ്മുടെ ഹാപ്പി ബർത്ത്ഡേ ടു യു പാട്ടൊക്കെ പാടി നന്നായിട്ട് ബർത്ത്ഡേ ആഘോഷിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഫാമിലി ടുഗദർനെസ് എന്ന് പറയാം, നമുക്ക് ഗെറ്റ് ടുഗദർ എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരുവിധം നമ്മുടെ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ മധുരം കൊടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് ഇതിനടുത്ത ഫുഡിലേക്കൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ എനിക്കും കിട്ടിയൊരു കഷ്ണം, അത് അടിപൊളി നല്ല ടേസ്റ്റുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. പിന്നെ അവന് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളും അതിനേക്കാൾ മുതിർന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഓരോ ഗിഫ്റ്റും സ്പ്രേ ആയിട്ടും വാച്ചും ഡ്രസ്സും ഒക്കെ കൊടുത്തിരുന്നു കേട്ടോ. നമ്മളും കൊടുത്തു. മാമൻ്റെ വക, അതായത് ഞങ്ങളുടെ വക ഒരു RC കാറാണ് അവന് കൊടുത്തത്. ഇതിനൊരു ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇതായിരിക്കും. അപ്പോൾ ഞങ്ങളൊരു RC കാറും വാങ്ങിക്കൊടുത്തു. പിന്നെ അത്രയൊക്കെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നാത്തൂന്. അപ്പോൾ നല്ല കേക്കായിരുന്നു, അടിപൊളി കേക്കായിരുന്നു. കേക്ക് കൊണ്ട് പറയുകയാണ്. പിന്നെ കേക്കിന് ഓർഡർ വേണമെങ്കിൽ ആളിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, കേക്ക് തൃശ്ശൂർ ഭാഗത്തൊക്കെ ഓർഡർ വേണമെങ്കിൽ പറഞ്ഞോളൂ, ഉണ്ടാക്കി കൊടുക്കാൻ റെഡിയാണെന്ന്. അപ്പോൾ ആരും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നല്ല അടിപൊളി ഇത് കേക്ക് ഉണ്ടാക്കുന്ന ആളാണ് കേട്ടോ. അപ്പം കേക്ക് അങ്ങനെ വേണമെന്നുള്ളവരൊക്കെ ഒന്ന് എൻ്റെ കമൻറ്റിൽ വന്ന് പറയാനും മറക്കണ്ട. അടിപൊളി, നന്നായിട്ട് ബേക്ക് ചെയ്യും, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ശരി, അപ്പോൾ നമ്മുടെ പരിപാടി മെയിൻ ഭക്ഷണമാണ്. അപ്പോൾ നമുക്ക് ഭക്ഷണത്തിൽ കിടക്കാം. ബിരിയാണിയാണ് കേട്ടോ. മുട്ടയൊക്കെ പുഴുങ്ങി, ബിരിയാണിയിൽ മുട്ടയൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ തൈര്, അച്ചാർ, നമ്മുടെ ചിക്കൻ, നല്ല അടിപൊളി, നല്ല ടോട്ടലി പറയുകയാണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. പിന്നെ ചോറുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്കിനി ഭക്ഷണം കഴിക്കണം. ഭക്ഷണമൊക്കെ നമ്മൾ മുകളിൽ തന്നെയാണ് സെറ്റ് ചെയ്തത്. ഇതെല്ലാം ഇനി ഇവിടുന്ന് എടുത്തുകൊണ്ട് നമ്മൾ മുകളിൽ പോയിട്ട് ഫുഡ് കഴിക്കണം. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം എല്ലാം കൊണ്ടുപോയി നമ്മൾ മുകളിൽ വെച്ച് കഴിച്ചിട്ടില്ല. കഴിക്കുന്ന മുന്നേ കുറച്ച് നേരം അവിടെ നിന്ന് അവർ ഭക്ഷണമൊക്കെ സെറ്റ് ആകുന്ന സമയം കൊണ്ട് നമ്മൾ താഴെ ഇരുന്നിട്ട് എല്ലാവരോടും ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരിക്കാൻ കേട്ടോ. അപ്പോൾ അവനിതാ ആകെ ഒരുവിധം എല്ലാവരും കൊടുത്ത സമ്മാനങ്ങളാണിത്. അത്യാവശ്യം ആൾക്ക് കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അവന്. 18 വയസ്സായതല്ലേ, ഒരു മുതിർന്നൊരു പുരുഷനായില്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ വിളമ്പിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇത് നോക്കണ്ട, ഇതെൻ്റെ കുട്ടി എനിക്ക് മസാല വേണമെന്ന് എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എല്ലാവരും വട്ടത്തിലിരുന്ന് ഒരുമിച്ച് അങ്ങോട്ട് കഴിച്ചു. കുറേ ആൾക്കാരുണ്ടായിരുന്നു. അമ്മ, നാത്തൂൻ, വേറെ നാത്തൂൻ, അനിയത്തിമാർ, ചേച്ചിമാർ എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം നമ്മളപ്പോൾ തന്നെ പോയില്ല, മറ്റുള്ളവരൊക്കെ അപ്പോൾ തന്നെ പോയി. നമ്മൾ കുറച്ച് നേരം കൂടി അവിടെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് പോയത്. നമ്മൾ ഏട്ടനും മോനും കൂടി അപ്പോൾ ചെസ്സൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. ഞാനും ഒരു റൗണ്ട് കളിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ബാലൻസ് ഉള്ള ഫുഡ് ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ. സ്വന്തം ആങ്ങളുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ പെങ്ങളെ വീട്ടിൽ നിന്ന് ആവശ്യങ്ങൾ നമുക്ക് ഭക്ഷണം ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോകില്ല. അതുപോലെ ഞങ്ങൾക്കും ചേച്ചി കുറച്ച് കവറിലാക്കി കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. നാളെ പോയി കഴിച്ചോ, നാളെ രാവിലെ ചൂടായി കഴിച്ചെന്നൊക്കെ പറഞ്ഞ ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ ഏട്ടനും മോളും ഉറക്കം വരുന്ന പോലെ അഭിനയിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അമ്മയും ഏട്ടനും ഓരോ കൊക്കക്കോളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് എനിക്ക് നാളത്തേക്കുള്ള ദോശ മാവ് അരക്കണം. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ദോശൻ്റെ മാവൊക്കെ അരച്ചിട്ടുള്ളത് കഴിഞ്ഞ് എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോവാണ്. നാത്തൂൻ്റെ മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോയി, അവിടെ പോയിട്ട് ബിരിയാണിയൊക്കെ കൊണ്ട് ആണ് കഴിച്ചത്. അതുപോലെ തന്നെ ബിരിയാണി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് നാളെ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് പറ്റുമെങ്കിൽ. അതുപോലെ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്, വ്യൂസൊക്കെ കുറവാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്ന ചേർക്കേണ്ടത് നന്നായിട്ടില്ലെങ്കിൽ ഇന്ന് നന്നായില്ല അങ്ങനെയൊക്കെ പറയാം. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ്, ബൈ.